പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളും അറിയിപ്പുകളും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനാട്ടമി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജെനിറ്റോ യൂറിനറി സർജറി യൂറോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി, ആരോഗ്യ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി, വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ, അച്ചടി വകുപ്പിൽ ഗവൺമെൻറ് പ്രസ്സുകളിൽ ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2, കേരള പോലീസ് സർവീസസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID, കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളിൽ നഴ്സ് ഗ്രേഡ് 2, വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മാധ്യമം, പൊതുമരാമത്ത് വകുപ്പിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ലൈൻമാൻ തുടങ്ങി 83ഓളം കാറ്റഗറികളിൽ നിയമനത്തിനായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 07/2025 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത MCH അല്ലെങ്കിൽ DNB ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിയാണ്. കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൽ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിൽ സ്ഥിരം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം 1. പ്രായം 22 മുതൽ 45 വയസ്സ് വരെ. കാറ്റഗറി നമ്പർ 12/2025 ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി തസ്തികയിലേക്ക് 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ്സോടെ മൈക്രോബയോളജിയിലെ MSc ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം 1. പ്രായം 18 മുതൽ 38 വയസ്സ് വരെ. 51,400 മുതൽ 1,10,300 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. കാറ്റഗറി നമ്പർ 32/2025 പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ലൈൻമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് SSLC നിലവാരത്തിലുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 1 വർഷത്തിൽ കുറയാതെയുള്ള പഠനത്തിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 19 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. 26,500 മുതൽ 60,700 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. മറ്റ് തസ്തികകൾ, യോഗ്യതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 4. ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് പ്യൂണാകാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. ഇത് റെഗുലർ നിയമനമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 500 ഒഴിവുകളാണ് ഉള്ളത്. കേരളത്തിൽ 19 ഒഴിവുകളുണ്ട്. യോഗ്യത 10ാം ക്ലാസ് ജയം. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. പ്രായം 18 മുതൽ 26 വയസ്സ് വരെ. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. 19,500 മുതൽ 37,815 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 23. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി www.bankofbaroda.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 2026 ജനുവരിയിൽ ആരംഭിക്കുന്ന 142ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്ക് അവിവാഹിതരായ എഞ്ചിനീയറിംഗ് ബിരുദമുള്ള പുരുഷന്മാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പെർമനന്റ് കമ്മീഷൻ പ്രകാരമുള്ള നിയമനമാണ്. സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, മിസലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലായി 30 ഒഴിവുകളാണ് ഉള്ളത്. എഞ്ചിനീയറിംഗ് സ്ട്രീമുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വെബ്സൈറ്റ് കാണുക. പ്രായം 2026 ജനുവരി 1 20 മുതൽ 27 വയസ്സ് വരെ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം ലെഫ്റ്റനന്റ് റാങ്കിൽ നിയമനം ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 29. വെബ്സൈറ്റ് joinindianarmy.nic.in
കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിൻ്റെ നോളജ് സെന്ററിൽ നടത്തുന്ന SEO ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസമാണ്. +2, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. കോഴ്സ് പൂർത്തിയാക്കുന്നതിനോടൊപ്പം നിബന്ധനകൾക്ക് വിധേയമായി ഇന്റേൺഷിപ്പിനുള്ള അവസരവും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495 680 അല്ലെങ്കിൽ 9539 480 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കൊല്ലം ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ 555/2023 തസ്തികയിലേക്ക് 2025 മെയ് 13, 14, 15, 16, 19, 20 തീയതികളിൽ PSC കൊല്ലം ജില്ലാ ഓഫീസിൽ വച്ച് പ്രമാണ പരിശോധന നടത്തുന്നതാണ്. വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അറ്റൻഡർ കാറ്റഗറി നമ്പർ 187/2024 തസ്തികയിലേക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതിനുള്ള അർഹതാ നിർണയ പട്ടിക PSC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.